എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. എന്താണ് വിഷു എന്നുള്ളതും വിഷുവിൻ്റെ ഐതിഹ്യവും 2026 വിഷുക്കണി കാണേണ്ടത് എപ്പോഴാണെന്നുള്ളതും വിഷുക്കണിയിൽ ഓരോന്നും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ആദ്യമായി വിഷുക്കണി ഒരുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിഷുക്കണി ഒരുക്കേണ്ട രീതിയൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വിഷു ആഘോഷം എന്നതിനേക്കാൾ ഉപരി നമുക്കതൊരു ആചാരമാണ്. ഒരു വർഷത്തെ ഐശ്വര്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ് വിഷുക്കണി എന്നാണ് വിശ്വാസം. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നതാണ് വിശ്വാസം. വിഷു എന്ന പേരിന് പിന്നിലെ ഐതിഹ്യം എന്തെന്ന് നോക്കാം. വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. തുല്യമായത് എന്ന അർത്ഥം വരുന്ന വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന പദമുണ്ടായത്. അതായത് പകലും രാത്രിയും ഒരേപോലെ വരുന്നത്. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ഉദയത്തിലാണ് വിഷുക്കണി ദർശിക്കേണ്ടത്. രാവണന്റെ മേൽ ശ്രീരാമദേവൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നൊരു ഐതിഹ്യമുണ്ട്. വിഷുവിന്റെ തലേ ദിവസം വീട് വൃത്തിയാക്കുന്നതും മാലിന്യം കത്തിക്കുന്നതുമെല്ലാം രാവണനെ വധിച്ച ശേഷം ലങ്ക കത്തിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഒരു ഐതിഹ്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷുവിന്റെ അന്ന് വൈകിട്ട് സന്ധ്യയ്ക്ക് തൊടിയിൽ അടിച്ചു വാരി തീയിടുന്നൊരു പതിവുണ്ട്. വിഷുത്തീ എന്നാണ് അതിന് പറയാറുള്ളത്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഐതിഹ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരന് മേൽ നേടിയ വിജയം ആഘോഷിക്കുന്നതാണ് വിഷു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. വസന്തകാലം ആരംഭിച്ചതോടെയാണ് ഈ ഒരു വിജയം നേടിയത് എന്നാണ് വിശ്വാസം. വിഷുവും കൃഷിയുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി ആചാരങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. നിലം ഉഴുതുമറിച്ച് വിത്തിടുന്നതിന് തുടക്കം കുറിക്കുന്ന ചാലിടിൽ കർമ്മം, വിഷുവേല, വിഷുവെടുക്കൽ, പത്താമുദയം തുടങ്ങിയ കൃഷിയും മതാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പല ആചാരങ്ങളും വിഷു ദിവസം നടക്കുന്നു. കേരളം കൂടാതെ പല ദേശങ്ങളും ഈ ദിവസമോ ഇതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ പല ആഘോഷാചാരങ്ങളും നടത്തുന്നുണ്ട്. ആസാമിലെ ബിഹു, തുളുനാട്ടിൽ ബിസു പർബ എന്നൊരു ഉത്സവവും ആഘോഷിക്കുന്നുണ്ട്. പഞ്ചാബിൽ ബൈശാഖിയും തമിഴ്നാട്ടിൽ പുത്താണ്ടും ആഘോഷിക്കുന്നു. ഇതൊക്കെ അങ്ങനെ ആഘോഷിക്കുന്നവയിൽപ്പെട്ട ചില സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിലെ പുതിയ വർഷമാണിത്. തമിഴ് വർഷത്തിലെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസമാണ് പുത്താണ്ട്. ഇതെല്ലാം കാർഷികവും മതപരവുമായിട്ട് കൂടിക്കലർന്ന ആഘോഷാചാരങ്ങളാണ്. സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുമ്പും സംഭവിക്കുന്ന സംക്രാന്തി കണക്കാക്കിയാണ് തമിഴ്നാട്ടിൽ പുതുവത്സരം ആഘോഷിക്കുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് സംക്രാന്തി വരുന്നതെങ്കിൽ അടുത്ത ദിവസമാണ് പുത്താണ്ടായി അവർ ആഘോഷിക്കുന്നത്. ഇനി ഈ പ്രാവശ്യത്തെ വിഷുക്കണി കാണേണ്ടത്, അതായത് 2026 ഏപ്രിൽ 14 15 വിഷുക്കണി കാണേണ്ടത് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. 1201 മേടം 1 പകൽ 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് 2026 ഏപ്രിൽ 14 രാവിലെ 9:32 ചതയം നക്ഷത്രം 3-ാം പാദത്തിലാണ് മേടരവി സംക്രമം നടക്കുന്നത്. അപ്പോഴാണ് വിഷു തുടങ്ങുന്നത്. അന്ന് പുലർച്ചെ വിഷുവില്ല, അതായത് ഏപ്രിൽ 14 രാവിലെ വിഷു തുടങ്ങുന്നില്ല. അതുകൊണ്ട് ഏപ്രിൽ 15 പുലർച്ചെയാണ് വിഷുക്കണി കാണേണ്ടത്. മേടൻ 2, അതായത് ഏപ്രിൽ 15 പുലർച്ചെ 4:30 മുതൽ രാവിലെ 6 മണി വരെ വിഷുക്കണി കാണാവുന്നതാണ്. വിഷുക്കണി വെക്കുമ്പോൾ അതിലുള്ള ഓരോന്നും എന്തൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ചക്ക വിനായകരുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യന്റെയും കദളിപ്പഴം ഉണ്ണിക്കണ്ണന്റെയും പ്രിയപ്പെട്ടതാണ്. വാൽക്കണ്ണാടിക്ക് ഭഗവതിയുടെ സ്ഥാനമാണ് ഉള്ളത്. സ്വർണവും നാണയവും ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു. വിഷുക്കണി വെക്കുന്നതിൽ ഓരോ പ്രദേശത്തിനനുസരിച്ചും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വെക്കുന്നതും നിങ്ങൾ വെക്കുന്നതും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടാവാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെക്കുന്നത് പോലെയും പാലക്കാട് വെക്കുന്നതും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഇവിടെ എപ്പോഴും കണി വെക്കാറുള്ളത്. വിഷുവിന്റെ തലേ ദിവസം നമ്മൾ എല്ലാതും ഒരുക്കി വെക്കും, വിളക്കടക്കം എടുത്തു വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ കൊന്നപ്പൂവും ആ ഒരു സമയത്തായിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്.
ചിലപ്പോൾ കുറച്ച് കൊന്നപ്പൂവൊക്കെ നമ്മൾ തലേദിവസം രാത്രി തന്നെ വെക്കും, ബാക്കിയുള്ളത് രാവിലെയാണ് വെക്കാറുള്ളത്. എന്നിട്ട് പിന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് ഓരോരുത്തരെയായിട്ട് കണി കാണാൻ വേണ്ടി വിളിക്കും. ഇനി ഞങ്ങൾ കണി ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ചുമരിലൊരു മഞ്ഞ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ആ മഞ്ഞ തുണി വെക്കണം എന്നില്ല, അതങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. താഴത്തും അതേപോലെ വെള്ള തുണി വെച്ചു. എന്നിട്ടൊരു ഓട്ടുരുളി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉണക്കലരി ഇട്ടു. ഓട്ടുരുളി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു താലോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഉണക്കലരിയുടെ കൂടെ ശരിക്ക് നെല്ലും കൂടെ ഇടണം. അതായത് ഏകദേശം ആ ഒരു ഉരുളിയുടെ പകുതി വരെ ഉണക്കലരി നെല്ലും കൂടെയാണ് ഇടുക. അപ്പോൾ ഇവിടെ നെല്ല് കൂടുതലില്ലാത്തതുകൊണ്ട് അതൊരു ശാസ്ത്രത്തിന് വേണ്ടി മാത്രം കുറച്ച് നെല്ലേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് കാലത്തൊക്കെ ചെയ്യാറുള്ളത്, കണി വെക്കുന്ന സമയത്ത് ഒരു നാക്കില മുറിച്ച് നാക്കിലേക്കകത്ത്, അതായത് നാക്കിലെ കിഴക്കോട്ട് തിരിച്ചു വെക്കും. എന്നിട്ട് അതിനകത്ത് നാഴി വെച്ചിട്ട് നാഴിയിൽ അരി നിറച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ കണി വെക്കുന്ന സമയത്ത് അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട്. ഇപ്പോഴധികവും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അരിയും നെല്ലും ഇട്ട ശേഷം അതിനകത്തേക്ക് കുറച്ച് കൊന്നപ്പൂ ഇട്ട് കൊടുത്തു. പിന്നെ ഭഗവാനെ വെച്ചു. ഭഗവാനെ ഒരു മഞ്ഞ പട്ടാടയൊക്കെ ഉടുപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം വെള്ളരിക്ക, ഇടിച്ചക്ക, കദളിപ്പഴം, തേങ്ങ പൊട്ടിച്ചതെല്ലാം വെച്ചു കൊടുത്തു. ഞങ്ങളുടെ വീട്ടിലൊന്നും മുമ്പ് തേങ്ങ പൊട്ടിച്ചിട്ടല്ല വെക്കാറുള്ളത്, തേങ്ങ അപ്പാടെയാണ് വെക്കുക. അതായത് തേങ്ങ പൊളിച്ച ശേഷം ആ ചകിരിയൊക്കെ കളഞ്ഞ് നേരെ മിനുസപ്പെടുത്തിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യാറുള്ളത്. പാലക്കാട് നിന്നാണ് ഇതേപോലെ തേങ്ങ വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇതേപോലെ തേങ്ങ പൊട്ടിച്ചിട്ട് വെക്കുന്നത്. ഇവിടെ പിന്നെ പല കാര്യങ്ങളും പാലക്കാട് ചെയ്യുന്നത് പോലെയും ചെയ്യും, ഞങ്ങളുടെ അവിടെയൊക്കെ ചെയ്യുന്നത് പോലെയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ തേങ്ങ ഇങ്ങനെ വെട്ടിവെച്ചിട്ട് അതിനകത്ത് തിരി കത്തിച്ച് വെക്കുന്ന പതിവുമുണ്ട്. ഇവിടെ കണി വെക്കുമ്പം ചിലപ്പോൾ തേങ്ങ പൊട്ടിക്കാതെയും വെക്കും, പൊട്ടിച്ചതും വെക്കും. ചില സമയത്ത് പൊട്ടിച്ചിട്ട് മാത്രമേ വെക്കാറുള്ളൂ. അതുപോലെ പഴങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒറ്റ സംഖ്യയായിട്ടാണ് വെക്കേണ്ടത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളരിക്ക, ഇടിച്ചക്ക, കദളിപ്പഴം, പഴുത്ത മാങ്ങ, തേങ്ങ പൊട്ടിച്ചത്, പിന്നെ കണ്ണിമാങ്ങ, കൈതച്ചക്ക, ഇതൊക്കെ വെച്ചു കൊടുത്തു. കൈതച്ചക്ക ഉരുളിക്കകത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പുറത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു പൊട്ടിക്കകത്ത് തേങ്ങയും കൂടെ വെച്ചു കൊടുത്തു. ഇത്രയും വെച്ച ശേഷം അടുത്ത് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് പച്ചക്കറികളും അതേപോലെ മുന്തിരി, ആപ്പിള് ഇതൊക്കെ വെച്ചു. മത്തൻ, ക്യാരറ്റ്, പച്ചക്കായ, ചെറുനാരങ്ങ, മുരിങ്ങാക്കായ, കയ്പ്പയ്ക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഇടിച്ചക്കയ്ക്ക് പകരം പഴുത്ത ചക്കയാണ് വെക്കാറുള്ളത്. അതിനുശേഷം ഒരു വശത്ത് ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്തേക്ക് കോടിമുണ്ട് വെച്ചു കൊടുത്തു. അത് നമുക്ക് കോടി തുണി ഏത് വേണമെങ്കിലും വെക്കാം. ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് മുണ്ടാണ് വെച്ചിട്ടുള്ളത്. അതിനകത്തേക്ക് സ്വർണം വെച്ചു. പിന്നെ പൈസ, അതായത് നാണയമാണ് വെക്കുക. ഇതിലിപ്പോൾ നോട്ടും നാണയവും കൂടെ വെച്ചു കൊടുത്തു. പണ്ട് കാലത്ത് ഈ കണി വെക്കുന്നതിലുള്ള നാണയത്തൊട്ടുകളിൽ നിന്നാണ് കാരണവന്മാർ കൈനീട്ടമായിട്ട് നാണയം കൊടുക്കാറുള്ളത്. വിഷുക്കണി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുവിന് വിഷുക്കൈ നീട്ടം കൊടുക്കുക എന്നുള്ളത്. പിന്നീട് ആ കോടി മുണ്ടിനകത്തേക്ക് വെറ്റില വെച്ചു കൊടുത്തു. വെറ്റിലയ്ക്ക് മുകളിലായിട്ട് അടയ്ക്ക വെച്ചു കൊടുത്തു. ചില സ്ഥലങ്ങളിൽ കോടി മുണ്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെറ്റില വെച്ച് വെറ്റിലയ്ക്ക് മുകളിലായിട്ട് അടയ്ക്ക, നാണയം, സ്വർണം ഇതൊക്കെ അതിന്റെ മുകളിലാണ് വെക്കാറുള്ളത്. ചില സ്ഥലങ്ങളിൽ സ്വർണത്തിന്റെ കൂടെ വെള്ളിയും വെക്കും. ചെറിയൊരു തട്ടിനകത്ത് നവധാന്യങ്ങളും വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും നവധാന്യങ്ങൾ വെക്കാറില്ല. പാലക്കാട് നിന്നാണ് അതും കണ്ടിട്ടുള്ളത്. അപ്പോൾ പാലക്കാടൊക്കെ സാധാരണയായിട്ട് നവധാന്യങ്ങൾ വെക്കുക, തേങ്ങ പൊട്ടിച്ചിട്ട് ആ 2 തേങ്ങാ മുറിക്കുള്ളിലും നവധാന്യങ്ങൾ നിറച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇപ്പോൾ അതുപോലെയല്ല വെച്ചിട്ടുള്ളത്, ചെറിയൊരു പാത്രത്തിനകത്ത് നവധാന്യങ്ങൾ വെക്കുക ചെയ്തത്. പിന്നെ കുങ്കുമം, മഞ്ഞൾ, കൺമഷി ഇതും വെക്കും. ഇവിടെ പല രീതിയിലും വെക്കാറുണ്ട്. കിട്ടുന്നതിനനുസരിച്ച് ആ രീതിയിലാണ് വെക്കാറുള്ളത്. അഷ്ടമംഗല്യ തട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രന്ഥം വെക്കണം. അത് നമുക്ക് ഏത് ഗ്രന്ഥം വേണമെങ്കിലും വെക്കാം. ഭാഗവതമോ ഭഗവത്ഗീതയോ ഏത് വേണമെങ്കിലും വെക്കാം. പിന്നെ അവസാനം കൊന്നപ്പൂവും കൂടെ വെച്ചു കൊടുക്കാം. കൊന്നപ്പൂ നമ്മൾ സാധാരണയായിട്ട് രാത്രി കുറേ വെക്കാറില്ല, കുറച്ച് മാത്രം കൊന്നപ്പൂ അങ്ങനെ വെക്കും. കാരണം രാവിലെ ആകുമ്പോഴേക്കും അത് കൊഴിഞ്ഞു വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് രാവിലെയാണ് ബാക്കി കൊന്നപ്പൂ കൂടെ വെക്കാറുള്ളത്. അതുപോലെ വിളക്കിന്റെ താഴത്തായിട്ടും ഭഗവാനും ഒക്കെ മുല്ലപ്പൂ ചൂടുന്നുണ്ടെങ്കിൽ അതും നമ്മൾ രാവിലെയാണ് ചെയ്യാറുള്ളത്. നിലവിളക്കിനകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് വെക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ രാത്രി തന്നെ കണി ഒരുക്കുന്ന സമയത്ത് 12 മണിയൊക്കെ ആവുമ്പം വിളക്ക് കത്തിച്ച്, അതായത് നിലവിളക്ക് കത്തിച്ച് വെച്ച ശേഷമാണ് അവർ കിടന്നുറങ്ങാൻ പോവുക. അങ്ങനെയും കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത്. തിരിയൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് രാവിലെ മാത്രമേ കത്തിക്കുള്ളൂ. കിണ്ടിയിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് പൂക്കളും തുളസിയൊക്കെ ഇട്ട് വെക്കാം.
രാവിലെ എണീറ്റാണ് വിളക്കും കത്തിച്ചു വയ്ക്കും, ചന്ദനത്തിരി കൊളുത്തും, കർപ്പൂരം ഒഴിയും. ഇവിടെ അധികവും എല്ലാവരെയും കണി കാണാൻ വിളിക്കാറുള്ളത് ഞാൻ തന്നെയാണ്. അപ്പം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നേരെ എണീറ്റ ഉടനെ വന്ന് ഈ കണി ഒരുക്കിയത് വന്നിട്ടൊന്ന് കാണും. എന്നിട്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വിളക്ക് കൊളുത്താറുള്ളത്. വിളക്കൊക്കെ കൊളുത്തി ആരെങ്കിലും നമ്മളെ കണി കാണിക്കാൻ വിളിക്കാനുണ്ടെങ്കിൽ നമ്മൾ കുളിക്കൊന്നും വേണ്ട, നേരെ പോയി കണി കണ്ടാൽ മതി. ഇത് കുറച്ച് ലെങ്ത് വീഡിയോ ആയിപ്പോയി എന്ന് എനിക്കറിയാം. കണി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ആദ്യമായിട്ട് ആരെങ്കിലും കണി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയില്ലെങ്കിൽ അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുവരെ കണി വെക്കാൻ വേണ്ടി എനിക്ക് 6 മുളം കണ്ണാടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം വിഷുക്കണി വെക്കുകയാണെങ്കിൽ 6 മുളം കണ്ണാടിയും കൂടെ എൻ്റെ കയ്യിലുണ്ട്. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു 6 മുളം കണ്ണാടി കിട്ടണം എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവരെനിക്ക് 6 മുളം കണ്ണാടി വാങ്ങിക്കൊണ്ടുവന്നു തന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നല്ലൊരു വിഷു ആശംസിക്കുന്നു.